നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മണ്ണാർക്കാട്, പാലക്കാട് കരിമ്പുഴ തോട്ടര ഈങ്ങോക്കോടൻ മമ്മിയുടെ ഭാര്യ നബീസയെ വിഷം നൽകി കൊലപ്പെടുത്തിയെന്ന കേസിൽ പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി ജഡ്ജി ജോമോൻ ജോൺ ശനിയാഴ്ച ശിക്ഷാവിധി പറയുകയാണ്. നബീസയുടെ മകളുടെ മകൻ തോട്ടര പടിഞ്ഞാറേതിൽ ബഷീർ, ഭാര്യ ഫസീല എന്നിവരാണ് പ്രതികൾ. 2016 ജൂൺ 23-നാണ് നബീസ കൊല്ലപ്പെട്ടത്. മണ്ണാർക്കാട് ഞൊട്ടമലയിലെ ബന്ധുവീട്ടിലെത്തിയ നബീസയെ ബഷീറും ഫസീലയും ചേർന്ന് ഇവർ വാടകയ്ക്ക് താമസിക്കുന്ന മണ്ണാർക്കാട് നബിയാക്കുന്നിലെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഭക്ഷണത്തിൽ വിഷം കലർത്തിയും പിന്നീട് ബലമായി വായിൽ വിഷം ഒഴിച്ചു നൽകിയും കൊലപ്പെടുത്തിയെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. രാത്രി നോമ്പ് കഞ്ഞിയിലാണ് ചിതലിനുള്ള മരുന്ന് ചേർത്ത് നബീസയ്ക്ക് ആദ്യം കഴിക്കാൻ നൽകിയത്. പക്ഷേ ഇത് കഴിച്ചെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് മനസ്സിലാക്കിയതോടെ രാത്രി ബലം പ്രയോഗിച്ച് നബീസയുടെ വായിലേക്ക് വിഷം ഒഴിക്കുകയായിരുന്നു. പിറ്റേ ദിവസം പുലർച്ചെ മൃതദേഹം കാറിൽ കൊണ്ടുപോയി ആര്യമ്പാവ് റോഡിലെ ചെട്ടിക്കാട് ഭാഗത്ത് ഉപേക്ഷിക്കുകയായിരുന്നുവെന്നും പറയുന്നു. അസ്വാഭാവിക മരണത്തിന് നാട്ടുകൽ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. മൃതദേഹത്തിന് സമീപമുള്ള ബാഗിൽ നിന്ന് ആത്മഹത്യക്കുറിപ്പും നബീസയുടെ ഫോണും കണ്ടെത്തിയിരുന്നു. ഇതിലെ ആത്മഹത്യക്കുറിപ്പാണ് കൊലപാതകത്തിലെ ചുരുളഴിച്ചത്. നബീസയ്ക്ക് എഴുതാൻ അറിയില്ലെന്ന് ബന്ധുക്കളും നാട്ടുകാരും പോലീസിനെ അറിയിക്കുകയായിരുന്നു. വീട്ടിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് ബഷീറിനെയും ഭാര്യയെയും വീട്ടിൽ നിന്ന് മുൻപ് പുറത്താക്കിയിരുന്നു. സ്വർണം മോഷ്ടിച്ചത് നബീസ ബന്ധുക്കളോടും മറ്റും പറഞ്ഞതിലുള്ള വൈരാഗ്യം കൊണ്ടും ബഷീറിന്റെ മാതാവിന്റെ സ്വർണം കാണാതായത് സംബന്ധിച്ചുള്ള സംശയങ്ങൾ പുറത്തു വരാതിരിക്കാനുമാണ് പ്രതികൾ കൊലപാതകം ആസൂത്രണം ചെയ്തതെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. മണ്ണാർക്കാട് സ്റ്റേഷനിലെ സിഐമാരായിരുന്ന മുഹമ്മദ് ഹനീഫ, ഹദിയാത്തുൽ മാംബ്ര എന്നിവരാണ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി അഡ്വക്കേറ്റ് പി ജയൻ ഹാജരായി. ഭർത്തൃപിതാവ് മുഹമ്മദിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്ന കേസിൽ ഫസീലയ്ക്ക് 5 വർഷം കഠിന തടവും 1.5 ലക്ഷം രൂപ പിഴയും ഒറ്റപ്പാലം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചിരുന്നു. ഭക്ഷണത്തിൽ വിഷം നൽകിയായിരുന്നു കൊലപാതക ശ്രമം. 2015-ൽ മുഹമ്മദ് ഇത് കണ്ടുപിടിച്ചതോടെ പരാതി നൽകുകയായിരുന്നു. ഈ കേസിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കെ ജാമ്യത്തിലിറങ്ങി. തുടർന്ന് ഇരുവരും എറണാകുളത്തും താമസിക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷം എറണാകുളത്തെ വ്യാപാര സ്ഥാപനത്തിൽ വെച്ച് വ്യാപാരിയുടെ മുഖത്ത് കുരുമുളക് സ്പ്രേ ചെയ്ത് പണവും സ്വർണവും കവർന്ന സംഭവത്തിലും ഫസീലയുടെ പേരിൽ എറണാകുളം ഹിൽ പാലസ് സ്റ്റേഷനിൽ കേസുണ്ടെന്നും പോലീസ് പറയുന്നു. വെള്ളിയാഴ്ച മണ്ണാർക്കാട് കോടതിയിലെത്തിയ നബീസയുടെ ബന്ധുക്കൾക്ക് നേരെയും കോടതി വരാന്തിയിൽ വെച്ചും ഫസീല ഭീഷണി മുടക്കി. സംഭവത്തിൽ ബഷീറിന്റെ സഹോദരി മണ്ണാർക്കാട് പോലീസിൽ പരാതി നൽകി. ശനിയാഴ്ച ഇവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ എടുക്കുമെന്നും CMB രാജേഷ് പറഞ്ഞു.